ഹലോ ചങ്കാളെ, അസ്സലാമു അലൈക്കും. അപ്പോളേ ഇന്ന് നമ്മളെ ഓട്ടം ഒരു തുടക്കം മുതലുള്ള ഓട്ടം എങ്ങനെയാണെന്ന് നോക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടേ ചെറിയൊരു വീഡിയോ. ഇപ്പോൾ സമയം 5:22, രാവിലെ 5:22. സാധാരണ 5 മണിക്കാണ് ഓണാക്കൽ, 4 മണിക്കൊന്നും ഓണാക്കല്ല, 5 മണിക്കാണ് ഓണാക്കൽ. ഇന്ന് കുറച്ച് ലേറ്റായി, റൂമൊക്കെ വന്നു, അങ്ങനെ ചെറുതായിട്ടൊന്ന് ലേറ്റായി. അപ്പോൾ ഇന്നത്തെ ഓട്ടം എങ്ങനെയാണ്, സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയൊക്കെയാണ് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ചങ്കാളെ ഇതാക്കണേ, നമ്മളെ ആപ്പ് ഓണാക്കാൻ പോവാണ്. ഗോ ഓൺലൈനിലാവാൻ പോകട്ടോ. ഈ സമയത്തൊക്കെ റെയിൽവേ സാധാരണ തുടക്കത്തിൽ രാവിലെയൊക്കെ റെയിൽവേ 199 അടുക്കുക, 5 മിനിറ്റുള്ള പിക്കപ്പ്, 25 മിനിറ്റ് ഡ്രോപ്പിങ്. അപ്പോൾ അതെടുത്തു. അപ്പോൾ നമുക്ക് എന്താ ഈ നാവിഗേറ്റ് ഉണ്ടോ, ഇതിവിടെ നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൊക്കേഷൻ ഓണായി. ഓണായി. ഇനി എന്താവണം, ഇനി നേരെ വണ്ടി എടുക്കണു, നേരെ പോകണം. 4 മിനിറ്റ് ഉണ്ട് പിക്കപ്പിന്. 2 മിനിറ്റുള്ള കസ്റ്റമർക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അയ്യോ, റോഡ് ബ്ലോക്ക് ആണല്ലോ, പെട്ടല്ലോ. ഇപ്പം എന്താ റോഡ് ബ്ലോക്ക് ആയത്? ഇവിടെ എന്തോ വർക്ക് നടക്കുക എന്തോ ആണ്. അതൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു മറിഞ്ഞ് എത്തുമ്പോഴത്തേന് കസ്റ്റമർ ചിലപ്പോൾ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. കസ്റ്റമർ വെയിറ്റിങ്ങിലൊക്കെ തന്നെയാണ്. എന്തായാലും അടുത്ത് തന്നെയല്ലേ, വിളിക്കണമെന്നില്ല, പോയി നോട്ടെ. കസ്റ്റമർക്ക് അറിയാലോ, നമ്മൾ വരുന്ന എന്തായാലും കസ്റ്റമർക്ക് അവിടെ കാണാൻ കഴിയും, വണ്ടി വരുന്നതൊക്കെ അവിടെ കാണാൻ കഴിയും. കസ്റ്റമർ വെയിറ്റ് ചെയ്യട്ടെ, ഒരു 4 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ. വളഞ്ഞ് പിടിക്കേണ്ട അവസ്ഥയായി. പോകുന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോകണം. ഈ വഴിയിൽ റൗണ്ട് ചെയ്ത് പോരണം. 5 മിനിറ്റോളം ഉണ്ട് ദൂരം. എന്തൊരു കഷ്ടമാണ്. പെട്ടല്ലോ, സത്യത്തിൽ എല്ലാം പെട്ടാണ്. മൊത്തത്തിൽ നോക്കിയ റോഡ് ബ്ലോക്കായി. ഇവിടെയും റോഡ് പണി നടക്കണം. എന്തൊരു കഷ്ടം. ഇനിയിപ്പോൾ ഇതിലെ 1 വേ ഒക്കെ ഇപ്പോൾ 2 വേക്കെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ പരിപാടി. അപ്പോൾ ഇതിൽ റോഡ് ബ്ലോക്കാണതേ. പച്ച പകലൊക്കെ ട്രാഫിക്കിലൊക്കെ ആകുമ്പോണ്ടല്ലോ, പിന്നെ അവിടെ തിരിഞ്ഞ് പറയാം, അത് ക്യാൻസലാവും. എന്താ ചെയ്യാ, ഇതിലേലും കുത്തി കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഇടയിലൊക്കെ ഒരു ക്യാപ്പ് ഉണ്ടോ നോക്കട്ടെ. ഏതായാലും എന്തൊരു ഗേറ്റും കവാടൊക്കെ അടിച്ചോനെ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടൊക്കെയാണ് കസ്റ്റമർ ഉള്ളത്. എത്തിയില്ലേ, എന്താണ് കസ്റ്റമർക്ക് എത്താനായി. ഇവിടെ ആരും കാണുന്നില്ലാലോ. ഓട്ടോയായിട്ടൊക്കെ ഉണ്ട്, കസ്റ്റമർക്ക് ഓട്ടോയായിട്ടൊക്കെ ഉണ്ട്. കസ്റ്റമറെ കിട്ടി. ഇനി കസ്റ്റമറല്ല, സോറി, OTP അടിക്കണ കാണിച്ചിരുന്നില്ല. അപ്പം ഇനി കാണിച്ചിരുന്നില്ല അല്ലേ, അത് OTP അടിച്ച് കസ്റ്റമർ കയറിയപ്പോൾ നമ്മൾ OTP അടിച്ചതിന് ശേഷം നാവിഗേഷൻ നോക്കി. 25 മിനിറ്റ് 14 കിലോമീറ്റർ ദൂരം നമ്മൾ പോണ ഒരു സ്ഥലം എവിടെ വെച്ചാൽ. ഓക്കെ, സ്ഥലമാണ് ബംഗളൂരു. രാവിലെ തന്നെ നമ്മളെ ഭായിമാരെയാണ് കിട്ടിയത് ഫസ്റ്റ് ട്രിപ്പ്. അവരെയും കൊണ്ടിങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു. സിഗ്നലൊക്കെ തന്നെ വണ്ടി കുറവാണ് രാവിലെ ആയതുകൊണ്ടേ. ഡ്രോപ്പ് ആയി വരെ ടെക് പാർക്കിൽ എത്തി. ഡ്രോപ്പ് ആക്കി. ഈ എമൗണ്ട് കളക്ട് ഉണ്ട്, ക്യാഷ് പേയ്മെന്റ് ആയതുകൊണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ ഇറങ്ങി പോവാണ്. ഓക്കെ ഭയ്യ, ഓക്കെ, വെൽക്കം. അപ്പോൾ ഒരു അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ തകർന്ന് കംപ്ലീറ്റ് ബ്രക്കോ അത് ഓക്കെ ആയി. 5 സ്റ്റാർ കൊടുക്കാം അല്ലേ, പാവങ്ങൾ 5 സ്റ്റാർ കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് എടുക്കാൻ പോവാണ്. അതേപോലെ തന്നെ അടുത്ത ട്രിപ്പ് നമുക്ക് വന്നിട്ടുള്ളത് അതായത് എന്നൂർ ഗാർഡൻസ് ആണ്. അതായത് ഹൽക്കുണ്ടു മനസ്സിലി എവിടെയൊക്കെ ഇറപ്പേ. ഏതായാലും പോയേക്കാം. ഇനിയിപ്പോൾ അവിടേക്കുള്ള സമയം 8 മിനിറ്റാണ് കാണിക്കുന്നത്. പോയേക്കല്ലേ. സാധാരണ
ഇതിപ്പോ 8 മിനിറ്റ് എന്ന് പറയണതേ 4.5 കിലോമീറ്റർ ദൂരമാണ്. സാധാരണ എടുക്കല്ല, 3 കിലോമീറ്ററിന് മുകൾക്ക് എടുക്കാറില്ല. പക്ഷെ രാവിലെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല, കാരണം നമുക്ക് ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉണ്ടായി എടുത്തു. ഫസ്റ്റ് ട്രിപ്പിളല്ലേ, ഒഴിവാക്കേണ്ടത് കരുതി എടുത്തത്. മറ്റേ 3 കിലോമീറ്ററിന്റെ മുകൾക്ക് എങ്ങനെയായാലും എടുക്കാറില്ല. എടുത്ത് കഴിഞ്ഞിട്ട് കാര്യമല്ല, അത് ചിലപ്പോൾ അടുത്തുമ്പോൾ ട്രാഫിക്കിൽ എത്തി ക്യാൻസലായി. പിന്നെ നമുക്ക് ബാംഗ്ലൂർ നമ്മൾ ഒന്ന് പുതിയ വരുന്ന ആൾക്കാർക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഒരു 80% അമ്പുകൾ, റോഡുകളിൽ അമ്പുണ്ടാവുമല്ലോ, അമ്പുകളിൽ വൈറ്റ് മാർക്ക് കുറവാകും, വാട്ടർ മാർക്ക് ഉണ്ടാവില്ല. ആ വൈറ്റ് അടയാളം ഉണ്ടാവില്ല, അമ്പാണെന്ന് കാണിക്കുന്ന ഒരു അടയാളം കുറവാണ് കൂടുതലും. അപ്പം ഇത്ര ചാടുമ്പോഴേ നമ്മളെ അറിയുള്ളൂ. കസ്റ്റമറൊക്കെ ഉണ്ട് പൊന്തും വണ്ടിയിരുന്ന്. അത് പിന്നെ അങ്ങനെ ശീലമാവും. ശീലാകാന്ന് പറഞ്ഞാൽ ഒന്നരിക്ക കസ്റ്റമർ തൊള്ളിന്ന് തെറി കേട്ട് അങ്ങനെ ശീലിച്ചോളും. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ തെറിയുമ്പോൾ നന്നായിക്കോളും. ചിലപ്പോ ആ സ്ഥലത്ത് എത്തുമ്പോ പിന്നെ നമുക്ക് പിന്നീടൊക്കെ ഓർമ്മ വരുമ്പോ ഓക്കെ, ഒരുപാട് അമ്പുകൾ ചാടിക്കിടന്നവനാണ് ഞാൻ. അമ്പുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചവിട്ടുക. നമ്മള് റണ്ണിങ്ങിൽ പോണതൊക്കെ അല്ലേ, ഇതിൽ പോണതല്ലേ. അപ്പം എന്താ പറയാ, അമ്പൊക്കെ ചിലപ്പോ ഇട്ടിട്ടാണ് ചാടല. റബ്ബർ പന്ത് നിലത്തിട്ടാ എന്താ അവസ്ഥ, ആ ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ OTP കസ്റ്റമർ കയറി വണ്ടി കയറി കഴിഞ്ഞാൽ കസ്റ്റമർ OTP വരും. അങ്ങനെയാണ് കസ്റ്റമർ ലൊക്കേഷൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോകും. അപ്പൊ ഞാൻ ആ സമയത്ത് OTP ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചിരുന്നില്ല, വീഡിയോയിൽ കാണിച്ചില്ല. കസ്റ്റമർ കയറുന്ന സമയത്ത് അടുത്തിലൊന്ന് കാണിച്ചില്ല, അടുത്തിലല്ല അടുത്ത ട്രിപ്പ് എടുക്കാൻ പോകുമ്പോൾ തന്നെ കസ്റ്റമർ കയറുമ്പോൾ OTP അടിക്കണേ ഒന്ന് കാണിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ ഒരു പിക്കപ്പ് വന്നിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, വസന്ത് നഗർ നമ്മളെടുക്കാൻ പോകണം. കസ്റ്റമറുടെ അടുത്ത് ഏകദേശം എത്തി. നേരത്തെ ഞാൻ OTP അടിക്കുന്നത് അതിനെ കാണിച്ചിരുന്നില്ലായിരുന്നു, അതിപ്പോ കാണിച്ചു തരാം. കസ്റ്റമറുടെ വെയിറ്റിംഗ് ആണ്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളെന്ന് പറഞ്ഞത്ര ശരിയല്ലേ. ഇപ്പൊ ഈ കഴിഞ്ഞ ട്രിപ്പ്, അതായത് ഒരു 3ാമത്തെ ട്രിപ്പായിരുന്നത്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്ത് പോകുന്ന ട്രിപ്പ്. അപ്പൊ ഞാൻ അവിടെ കസ്റ്റമർ അടുത്ത് എത്തിയപ്പോൾ കസ്റ്റമർ എന്നോട് യാചിക്കണ പോലെ ഞങ്ങള് വലിയ 5 പേരുണ്ട്, 2 ചെറിയ കുട്ടികളുണ്ട്, ഞങ്ങൾക്ക് ഇനി അല്ലെങ്കിൽ വേറെ വണ്ടി വിളിക്കണം. ഒരു വില്ലേജ് ഏരിയപ്പെട്ട ഗ്രാമനിവാസികളാണ് അവര്, പാവം തോന്നുന്നത് കണ്ടിട്ട്. അപ്പൊ ഞങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ വണ്ടി വിളിക്കണം. അപ്പം ഈ വണ്ടിയിലൊക്കെ പോകാൻ പറ്റുമോ ചോദിച്ചു. പിന്നെ അവരെ കണ്ടവർ വേറെ വൈബാണ്. ഈ ഗ്രാമനിവാസികളാണ് ഒരു എന്താ പറയുക, ഇളയപ്പ അമ്മായിമ്മ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളെ, അതായത് ഒരു പ്രായമുള്ള ആളുകളും അവരൊരു നല്ല ഇതിലൊക്കെ ഇങ്ങനെ ഇരിക്കണാണ് വണ്ടിയില്. അതിപ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അവരൊരു ബസർമളുടെ ടൈപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞാലേ വണ്ടിയിൽ ഇരിക്കുമ്പോ ഒരു വേറെ ഫീലാണ് അവരൊക്കെ, ഒരു ഗ്രാമത്തിൽ പെട്ട ആൾക്കാരാണ്. അപ്പൊ ഓക്കെ കേറിക്കോളി എന്നൊക്കെ പറഞ്ഞു ഞാൻ. അങ്ങനെ അവരെ കൊണ്ട് പോകുന്നു. 2 ചെറിയ കുട്ടികളുണ്ട്. അപ്പം എന്താ സംഭവിച്ചു വെച്ചാല് ഓക്കെ അവരൊക്കെ പോകുന്നു. അതായത് ഞാൻ പറയാൻ കാരണം വെച്ചാല് ഓരോ ആളുകളും പല വ്യത്യസ്തരാണ്, വ്യത്യസ്ത മതക്കാർ, വ്യത്യസ്ത രൂപത്തിൽ, പല എന്താ പറയാ, പല വൈബിലാണ് പല ആളുകളെ ഇത്. അപ്പൊ എന്താ സംഗതി വെച്ചാല് ഇവർക്ക്, അപ്പൊ ഞാൻ ഇവരെ ഡ്രോപ്പ് ചെയ്ത് 155 രൂപയാണ് ട്രിപ്പിന്റെ ചാർജ് കാണിച്ചിരുന്നത്. 200 രൂപ നാളെ വെച്ചു. നമ്മളത് പ്രതീക്ഷിച്ചൊന്നല്ല അവരെ കയറ്റിയുള്ളത്. പക്ഷെ ഒരു പാവം തോന്നി. ഒരു പിന്നെ അങ്ങനത്തെ വൈബൊക്കെ നമ്മളൊക്കെ യാത്ര മാക്സിമം ആസ്വദിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു വൈബൊക്കെ അതൊരു വേറെ ഫീൽ തന്നെയാണ്. അവരെ കൊണ്ടൊക്കെ യാത്ര ചെയ്യാറിയപ്പോ അങ്ങനത്തെ ആളുകളൊക്കെ കാണുമ്പോഴൊക്കെ. പിന്നെ നമ്മള് പിക്കപ്പിനൊക്കെ പോകുമ്പോൾ മാക്സിമം 3 കിലോമീറ്റർ, പ്രത്യേകിച്ച് ബാംഗ്ലൂര് 3 കിലോമീറ്ററിന്റെ അപ്പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കരുത് പിക്കപ്പ്. കാരണം എന്താന്ന് വെച്ചാലേ 3 കിലോമീറ്ററിന്റെ നമ്മള് എടുത്തു കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റുള്ളൂ ട്രിപ്പ് എടുത്ത് പോകുമ്പോ തന്നെ ട്രാഫിക് ഉണ്ടോന്നൊക്കെ.
3 കിലോമീറ്ററിനെ കഷ്ടിച്ചെടുക്കാൻ തന്നെ ഉള്ളൂ. കാരണം പിന്നെ അപ്പുറം എടുത്ത് കഴിഞ്ഞാൽ ട്രാഫിക്കിൽ പെട്ട് നമ്മളെ സമയം പോകും. അവിടെ എത്തുമ്പോൾ ക്യാൻസൽ ആവും. മാക്സിമം 3 കിലോമീറ്റർ അതിൻ്റെ അപ്പുറത്തേക്ക് മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ട്രിപ്പ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ട്രിപ്പ് എടുത്ത് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ക്യാഷ് പേയ്മെന്റ് ആണ്. ഇപ്പൊ വന്നതൊക്കെ ക്യാഷ് പേയ്മെന്റ് ആണ്. അപ്പൊ ക്യാഷ് പേയ്മെന്റ് ആണ്. നമുക്ക് ഇപ്പോൾ ക്യാഷ് പേയ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ വരും, അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ടൊക്കെ വരുത്തരും ക്യാഷ്. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് ഉണ്ടാവും, ഫ്ലീറ്റൊക്കെ പോകണുണ്ടാവും. അത് ഞാൻ ഇനിയിപ്പോൾ ഓൺലൈൻ ട്രിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് പേയ്മെന്റ് കാണിക്കും, ഓൺലൈൻ ആണെങ്കിൽ ഓൾറെഡി ഊബർക്ക് ഒന്ന് കാണിച്ചു. അത് ഓൾറെഡി എന്താണ് ഊബർക്ക് അവർ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ആ പേയ്മെന്റ് നമുക്ക് ആഴ്ചയിൽ ഫ്ലീറ്റ് തരികയാണ് ചെയ്യുക. നമ്മുടെ റെന്റൊക്കെ കീച്ചിട്ട് ബാക്കി തരുകയും ചെയ്യാം. അടുത്ത പിക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, വിളിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ. പിന്നെ യാത്ര ആസ്വദിക്കുന്നവർക്കും ഡ്രൈവിംഗ് ഒക്കെ ഒരു ഗ്രേസിലവർക്കൊക്കെ ടാക്സി ഫീൽഡൊക്കെ ബെറ്റർ ആട്ടോ, അടിപൊളിയാട്ടോ. കാരണം ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിലൂടെ നമ്മൾ പോവുകയാണ്, സന്ദർശിക്കുകയാണ്, പല ആളുകളായിട്ട് ഇടപെടുകയാണ്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇതിപ്പോ ഞാൻ പോകുന്നൊരു അപ്പാർട്ട്മെന്റിലേക്കാണ്. ഇപ്പൊ വരെ സെക്യൂരിറ്റിക്കാരോട് മറുപടി പറയണം, ഏതാ നമ്പർ, ഇതാണ് മറ്റേ മറിച്ചാണ്. ഇവരൊക്കെ മെസ്സേജ് അയച്ചിട്ടും ഉണ്ടാവില്ല. ഇവിടെ എല്ലാം മറക്കണം. മൊബൈൽ നമ്പർ 9048775509. कंपनी ऊबर प्लेट नंबर K830 803. ഹെബ്ബാൾക്കാണ് പിക്കപ്പ് കിട്ടിയിട്ടുള്ളത്. ഞാൻ അതിലെങ്ങനെ ഷോർട്ട് കട്ട് കയറിയതാണ്. പക്ഷേ നമ്മുടെ പണി തന്നു റോഡ്. ഇതിപ്പോൾ നോക്കിയാൽ കാണുന്നുണ്ടോ അറിയില്ല. 5 കിലോമീറ്ററിന് നമുക്ക് 15 മിനിറ്റുള്ള ദൂരം. അല്ലേ, നിലമംഗല, അതായത് ഫ്ലൈ ഓവർ നിലമംഗല റോഡിൽ ചില ഭാഗങ്ങളിൽ അങ്ങനെയാണ്. നമുക്ക് 1 മിനിറ്റുള്ള 1 കിലോമീറ്റർ സിമ്പിളായിട്ട് നല്ല സ്പീഡിൽ പോകാം. അങ്ങനെയുള്ള ദിവസമാണ്. ചെറുതായിട്ടൊന്ന് പെട്ടു കേസ്. ഞാൻ ആ ട്രിപ്പ് വന്നത് നിലമംഗല ടോള് കഴിഞ്ഞിട്ടാണ് ഡ്രോപ്പിങ്. കാണുന്നത് ബാക്ക് കാണുന്നതിനാണ് ടോൾ ഗേറ്റ്, കാണില്ലേ? അപ്പോൾ ഇവിടെ ട്രിപ്പ് ചിലപ്പോൾ അടിയാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഇനിയിപ്പോൾ എന്നാ ചെയ്യും? എനിക്കിപ്പോൾ നീ ബാക്ക് അടിച്ചെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ടോള്. അപ്പോൾ നമുക്കെന്താ, കസ്റ്റമർ ഇല്ലാതെ ടോൾ പൈസ റീഫണ്ടായി കിട്ടൂല. കസ്റ്റമർ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. ഇനി അഥവാ ഇവിടുന്ന് ട്രിപ്പ് അടിക്കണത് അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ പണ്ട് കാര്യമില്ല. ഇവിടെ സമയം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ, പോകലാതെ മാർഗമല്ല. എന്തായാലും ഓൺലൈനിലാണ് ഇവിടെ ട്രിപ്പ് അടിക്കലില്ല. വിശക്കണുണ്ട്, ഉറക്ക് വരുന്നുണ്ട്. രണ്ടും രണ്ട് കാരണമുണ്ട്. എന്താ വെച്ചാലേ വിശപ്പാണ്. സാധാരണ കുറച്ചൊക്കെ ഒരു കനത്തിൽ രാത്രി കഴിക്കലുണ്ട്. ഇന്നലെ വല്ലാതെ കഴിച്ചില്ല, അതുകൊണ്ടായിരിക്കും വിശക്കുന്നത്. ഉറക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാല് 1 മണി ആയിക്കണം ഇന്നലെ റൂമിൽ എത്തുമ്പോൾ. ഇന്നലെ ഓട്ടം ഉണ്ടാകുമ്പോൾ എടുത്തോണ്ടിരിക്കും, സ്റ്റക്ക് ആകുമ്പോഴാണ് പിന്നെ നമ്മള് സൈഡായി ഉറങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ എടുത്ത് അങ്ങനെ റൂമിൽ എത്തിയപ്പോൾ 1 മണിയായി. എന്നിട്ടോ എണീറ്റത് 4:30 മണിക്ക് എണീറ്റു. 3.5 മണിക്കൂറാണ് കഷ്ടിച്ച് ഉറങ്ങിയത്. പിന്നെ എങ്ങനെ ഉറക്കരാക്കും? എന്തായാലും ഉറക്ക് വന്നാൽ പിന്നെ വേറെ കാര്യമുണ്ട്. ഉറക്ക് വന്ന അപ്പീലില്ല, ഉറക്ക് വന്നാൽ ഉറങ്ങും. ഉറക്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കലാകാലം ഇറങ്ങേണ്ടി വരും. അത് അക്കാര്യത്തിൽ, അതായത് ഭക്ഷണം, ഉറക്ക്, അക്കാര്യത്തിൽ ആ 2 കാര്യത്തിൽ ഞാൻ അപ്പീലില്ല. അതിൽ കഴിച്ചിട്ട് അത് എന്ത് വന്നാലും വേണ്ട, അത് കഴിച്ചിട്ട പരിപാടികളും. നമ്മൾ ആരോഗ്യം നോക്കാതെ ഓരോ പണിത്തിരുന്നാലും ഉറക്കിന്റെ കാര്യം തന്നെ. നമ്മൾ ഡ്രൈവർ ജോബാണ്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഉറക്ക് മാക്സിമം ഉറങ്ങാൻ നോക്കുക. സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ഉറക്കം ഒഴിച്ചെങ്കിലും പിന്നെ എവിടെയെങ്കിലും പോയിട്ട് ഒരു 10 മണിക്കൂറൊക്കെ ഒന്ന് ഉറങ്ങിറൊക്കെ സൈഡാക്കിയിട്ടൊക്കെ. ഡ്രൈവിംഗ് അല്ലേ. ഞാനിപ്പോൾ നിലമംഗല നമ്മളെ റോഡ് വന്നിട്ടില്ലേ, അവിടെ ഫ്ലൈ ഓവർ വന്നത് 15 കിലോമീറ്റർ 15 മിനിറ്റ്, 1 മിനിറ്റ് വെച്ചിട്ട്. ബാംഗ്ലൂരാണ് ഫ്ലൈ ഓവർ ആയതുകൊണ്ടാണ്. അന്നേരം ഹെബ്ബാള് ഫ്ലൈ ഓവർ ആലോചിച്ചൊക്കെ അതാണ് അവിടെ. അതാണ് മാറ്റം പല ഏരിയകളിൽ. എന്ന് നമ്മൾ ട്രാഫിക്കിൽ പെടണമെന്നില്ല. വലിയ ട്രാഫിക്കാണ് വലിയ സംഭവം എന്നൊന്നും ബാംഗ്ലൂരാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവം ട്രാഫിക്കാണ് ഇടങ്ങാറൊന്നും എന്നിപ്പോ ട്രാഫിക്കിൽ പെടണമെന്നല്ല. ചില ദിവസങ്ങളാണ്, അതെന്തിച്ചാ മതി. ഏത് പണിക്കും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ടാവും. പച്ചങ്കളെ പിന്നെ നമ്മളെ ഭായിമാരെ കൊണ്ട് നമുക്ക് ഒരു ഉപകാരം കിട്ടും. അതുകൊണ്ട്
ടോൾ ഗേറ്റിൽ എന്ത് ചെയ്യുന്നറിയാതെ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് എന്തുണ്ടായത്. ഭായിമാര് കുറച്ചാണ്ട് പോയിങ്ങാണ്ട് ബാഗിൽ നിന്ന് വിളിച്ചു. ഓല ട്രിപ്പാച്ച് കിട്ടിയത്. അപ്പം നിന്റെ ബാക്കിൽ തന്നെ ഉണ്ട്. കാരണം എനിക്ക് ഡ്രൈവറായിട്ട് പോയി കഴിഞ്ഞാൽ കസ്റ്റമറില്ലാതെ പോയി കഴിഞ്ഞാൽ ഡ്രൈവർ ഫണ്ട് കിട്ടില്ല ടോള്. അപ്പം ഞാൻ വിളിച്ച് വരുത്തി കയറ്റിയിട്ട് വരുത്തി ലാസ്റ്റ് എന്താ പറയാ, ഓൻ്റെ അടുത്തേക്ക് ഒരാൾ നടന്നു വന്നു. ഒരാൾ നടന്നു വന്നിട്ട് ആ OTP അടിച്ച് ഓൻ്റെ മാപ്പ് ഇട്ടിട്ട് പിന്നെ അതെന്താ അതൊരു ടോൾ ഗേറ്റ് കഴിച്ചില്ലേ. എനിക്കെടുക്കാതെ എന്താ ചൂടാരോ, AC-നെ വെല്ലുവിളിക്കണ ചൂട്. AC വരെ തോറ്റുപോയി തോന്നുന്നു. AC ഒന്നും വർക്ക് ചെയ്യാതായി. എന്തോ ഒരു പേരിങ്ങനെ ഫാന് കറങ്ങണ്ടെന്നല്ലാതെ ഭയങ്കര ചൂടാണെന്ന്. സമയം 12:30 മണിയായി. ട്രാഫിക്കിലൂടെ അതും ഇങ്ങനെയും കടന്നു കണ്ട കുറെ ഏകദേശം ട്രിപ്പുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്നും മയങ്ങണം, അല്ലെങ്കിൽ ശരിയാവില്ല. കണ്ണ് മാളുന്നുണ്ട്. ഒന്നാമത് രാത്രി ശരിക്കും ഉറങ്ങാഞ്ഞിട്ട് ചെറിയൊരു ബ്രേക്ക്. സമയം രാത്രി 7:10. ബെല്ലന്തൂർ ട്രാഫിക്കിൽ കണ്ടില്ല ഞങ്ങള്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. രാത്രി 12:50. ഒരുപാട് ട്രാഫിക്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഇന്ന് പ്രത്യേക ട്രാഫിക്കും. എന്താ പറയാ, തുടക്കത്തിൽ ഒക്കെ കുറച്ച് വീഡിയോ എടുത്തിട്ട് പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഒടുക്കത്തിലാണ് പിന്നെ എടുക്കണേ, മനസ്സിലായില്ലേ. ഏതായാലും രാവിലെ തുടങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കൽ, CNG അടിക്കൽ, അങ്ങനത്തെ പിന്നെ ചെറിയ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ട് തട്ടിമുട്ടുന്ന ദിവസം കഴിച്ചു. ഇന്നത്തെ ഏണിങ്സ് എന്തായി എങ്ങനെയായി എന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പോളേ ഇതാണ് ഇന്നത്തെ ഏണിങ്സ്. 24-ാം തീയതി 17 ട്രിപ്പ്. 17 ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ 17 അങ്ങോട്ട് ഇതാക്കി. ഒരു 4577 റുപ്യ 92 പൈസ. ആ നേരെ ഇന്നലെ 20 ട്രിപ്പ് ഉണ്ട്. പക്ഷെ അന്ന് അപ്പോഴും 4400 ഉള്ളൂ. പിന്നെ മിനിഞ്ഞാന്ന് 17 ട്രിപ്പാണ്. പക്ഷെ അന്ന് സംഖ്യ കൂടുതലുണ്ട്, വലിയ ട്രിപ്പുകളുണ്ട് അന്ന്. പിന്നെ തിങ്കളാഴ്ച അന്ന് അതേപോലെ 18 ട്രിപ്പ് 4100 ഉള്ളൂ. ചില ദിവസങ്ങൾ അങ്ങനെയും പോവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ. 24-ാം തീയതി ടോട്ടൽ ട്രിപ്പ് ഇപ്പോൾ ഈ 4 ദിവസം കൊണ്ട് 71 ട്രിപ്പ് ആയി. 80 ആവണം. 20 വെച്ച് പിടിക്കണം ശരിക്കും. തുടക്കത്തിൽ തിങ്കളാഴ്ച കുറച്ച് ഇറങ്ങാനൊക്കെ വൈകി അങ്ങനെ. അതുകൊണ്ട് രാവിലെ മുതൽ വർക്ക് ചെയ്തില്ല. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം വർക്ക് ചെയ്തത്. അങ്ങനെ അതുകൊണ്ടാണത് ആ രാവിലത്തെ ട്രിപ്പാണ് പോയത്. 4 ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ 18,440 റുപ്യ 36 പൈസ കോടി. ഇനി 3 ദിവസം വെള്ളി ശനി ഞായർ ദിവസം കിടക്കുന്നുണ്ട്. നോക്കാം, ശ്രമിച്ചു നോക്കാം. 3 ദിവസം ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ എന്തെങ്കിലും നല്ലൊരു വിഷയമായിട്ട് വരാം കേട്ടോ. ഓക്കെ.